ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ WinTrader. സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റ് ആയിക്കോട്ടെ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ് WinTrader ഏത് മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് എൻട്രി പോയിന്റ്, എക്സിറ്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, റിവേഴ്സ് പോയിന്റ് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും, സ്കാൽപ്പിങ്ങും ചെയ്യാം, പൊസിഷണൽ ട്രേഡ്. അപ്പോൾ ഏത് ട്രേഡും നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സും കമ്മോഡിറ്റീസും എല്ലാ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ എല്ലാം എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈവ് ഡെമോൺസ്ട്രേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ആവുന്നു ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ, കോൺടാക്ട് നമ്പർ, അതേപോലെ വെബ്സൈറ്റ്, ടെസ്റ്റിമോണിയൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ടോട്ടൽ 8 നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 8 സ്ട്രാറ്റജി ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ 8 സ്ട്രാറ്റജിയേ ഉള്ളൂ. അതിപ്പോൾ ഫസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് 2009 അതുവരെ ടോട്ടൽ 8 പിന്നെ സ്കാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ വോളിയം സ്റ്റോക്കുകൾ പെട്ടെന്ന് ഏതൊക്കെയാണ് ഇപ്പോൾ നല്ല ട്രെൻഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇന്ന് ACCക്ക് നല്ലൊരു ബിയറിഷ് ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ എഡിക്ക് നല്ലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡൗണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതേപോലുള്ള ട്രെൻഡിങ് മൊമെൻറ്റ്സ് നമ്മൾ പെട്ടെന്ന് രാവിലെ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാനിവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസില്ല. അപ്പോൾ സ്ട്രോങ് ബുള്ളിഷിലാണ് ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ. ഇപ്പോൾ ഗോൾഡ് നോക്കിയാട്ടെ, ഗോൾഡ് സ്ട്രോങ് ബുള്ളിഷാണ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ACC ബിയറിഷാണ്, പക്ഷേ ശകലം ഒന്ന് ബൈ ട്രെൻഡ് കയറിയതായിട്ട് കാണിക്കുന്നത്. സിപ്ലയിൽ നല്ല ബുള്ളിഷാണ് കാണിക്കുന്നത്. അപ്പോൾ സിപ്ല നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഇപ്പം രാവിലെ വരെ സൈഡ് വേസ് ആയിരുന്നു. ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട് ജസ്റ്റ്. അപ്പം ഇന്നലത്തെ ട്രെൻഡിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് പോകുന്നതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് പിന്നെയും ബ്രേക്ക് ചെയ്ത് ബൈയിലേക്ക് തന്നെ കൺവേർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ബുള്ളിഷിലേക്ക് ഇപ്പോൾ തിരിയുന്ന സമയത്താണ് നമുക്ക് സോഫ്റ്റ് കറക്റ്റായിട്ട് ഇൻഡിഫിക്കേഷൻ തന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിഫിക്കേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ബുള്ളിഷാണോ ബിയറിഷാണോ, അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്കാനറാണിത്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് ACCയുടെ ഇന്നത്തെ മൊമെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ റേറ്റ് ഒരു കോർണറിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് സെൽ സിഗ്നൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 10.49 എൻട്രി പോയിൻ്റ് ഉണ്ട്, ടാർഗറ്റ്സുകൾ. അപ്പോൾ ഇതാണ് ബൈ, ഇത് സെല്ലാണ്. അപ്പോൾ ഈ സെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കൺഫർമേഷൻ ബാറാണ്. ഇപ്പോൾ ഒരു സെൽ സിഗ്നൽ ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ ബാർ റെഡിലേക്ക് വരണം. അത് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാൻഡിൽ കളർ, അപ്പോൾ അതും റെഡിലേക്ക് ആണെങ്കിൽ പിന്നെ പ്രൈസ് ഇൻ സെൽ സോൺ വരണം. അപ്പോൾ ഇത് താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്രൈസ് ഇൻ സെൽ സോൺ വരും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ക്യാൻഡിൽ കളറും കൂടെ നമുക്ക് ഇവിടെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ സിഗ്നൽ കൺഫേം ആയി എന്നാണ് അർത്ഥം. അപ്പം കൺഫേം ആയ പോർഷൻ ഏതാണോ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് ആക്ച്വലി ആ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ACC നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽ സിഗ്നൽ വന്ന സമയത്ത് താഴെയും റെഡായിരുന്നു. അപ്പോൾ അതേപോലെ ക്യാൻഡിൽ കളർ റെഡായി പ്രൈസ് ഇൻ സെൽ സോൺ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ്സാക്കി നെക്സ്റ്റ് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 2251 നേരെ താഴ്ത്തിറങ്ങി. അപ്പം 2238 വരെ പോയിട്ടുണ്ട്. അപ്പം ഡൗണിൽ ഇനിയിപ്പോൾ സപ്പോർട്ട് എടുക്കുമ്പോൾ പിന്നെയും താഴോട്ട് ഇറങ്ങുന്നതാണ്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ റീ എൻട്രി ലെവലാണ് തരുന്നത്. അപ്പോൾ ഈ സെല്ല് കണ്ടിന്യൂവേഷനാണ്, നമുക്കൊരു ബൈയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. എക്സാമ്പിൾ റിവേഴ്സലിന് ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ സൈഡ് വേസ് തരും. അല്ലെ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡ് ആയിരിക്കുന്നിടത്തോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ഡോക്ടർ എഡി നോക്കുകയാണെങ്കിൽ ഡോക്ടർ എഡിയിൽ നമുക്ക് ആക്ച്വലി സെൽ സിഗ്നൽ തന്നു. നമുക്ക് സെൽ സിഗ്നൽ കൺഫേം ആയിട്ടില്ല. കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ് അവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അതും 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ കമ്മോഡിറ്റി മാർക്കറ്റിലൊക്കെ നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം നമുക്ക് 15 മിനിറ്റാണ്. ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ പിൻട്രാഡേക്ക് ഞാൻ വെച്ച 5 മിനിറ്റിലേക്കാണ് M5. അപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലൊക്കെയാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ 15 വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇന്നലെയൊക്കെ സൈഡ് വേസ് ആയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ബൈസിക്കിൾ വന്ന് കൺഫേം ആയി മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് ലെവലിൽ ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട്. അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ നല്ല ബുള്ളിഷ് ആയിട്ടാണ് നമുക്കിപ്പം കാണിക്കുന്നത്. ടോട്ടൽ 49 പോയിൻറ്റ്സ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കാം. എക്സിറ്റ് ചെയ്യേണ്ട സിമ്പിൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, സെയിം സിപ്ല നോക്കുകയാണെങ്കിൽ സിപ്ലയും ഇതേപോലെ തന്നെ സൈഡ് വേസ് ആയിരുന്നു. ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കിൽ നെക്സ്റ്റ് എൻട്രി ലെവൽ നമ്മൾ ആ റെസിസ്റ്റ് ചെയ്ത ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ റീ എൻട്രി തരും. റീ എൻട്രിയിൽ എടുക്കാം. അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും, ലൈവായിട്ടുള്ള ഡെമോ തരും. അതേപോലെ ഫോറക്സ് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടി ആക്യുറസി. ഇപ്പം 1 അവറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. 1 അവറിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് സെല്ലിനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ തന്ന ഇന്നലത്തെ ക്ലോസിങ്ങിലാണ്. അവിടുന്ന് മാർക്കറ്റ് കൺഫേം ആയി റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 8 പോയിൻറ്റോളം നമുക്ക് പ്രോഫിറ്റ് മാർക്കറ്റിൽ കയറി നിൽക്കുകയാണ്. ഇനി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു അപ് ട്രെൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യും. ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് ധൈര്യമായി ട്രേഡ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് പോയിൻ്റ് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എന്ന നമ്പറിലേക്ക്. താങ്ക് യു.